السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെ മദാരിജ് സാലിക്കീൻ എന്ന കിതാബിലെ അഅ്മാലുൽ ഖുലൂബുകളാണ്. അഅ്മാലുൽ ഖുലൂബുകൾ ക്രോഡീകരിച്ച ഇക്സീർ എന്ന ഗ്രന്ഥമാണ് നാം വായിക്കുന്നത്. അതിൽ കഴിഞ്ഞ ദർസിൽ നമ്മൾ പാപങ്ങളുടെ ഇനങ്ങൾ, ഒരു മനുഷ്യൻ പശ്ചാത്തപിച്ച് മടങ്ങേണ്ട പാപങ്ങൾ, അതിൻ്റെ ഇനങ്ങളായി തിരിച്ചുകൊണ്ട് അതിൽ ഓരോന്നിൻ്റെയും അതിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ ചെറിയ രീതിയിൽ പറഞ്ഞു. അതിൽ നിഫാഖിനെ സംബന്ധിച്ച് കുറച്ച് വിശദമായി തന്നെ സംസാരിക്കേണ്ടായി. അടുത്തത് ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുന്നു, മശാഹിദുൽ ഖൽഖി ഫിൽ മഅസിയ, പാപം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സൃഷ്ടികളുടെ അവസ്ഥകൾ, അല്ലെങ്കിൽ സൃഷ്ടിക്ക് ബോധ്യപ്പെടുന്ന, അല്ലെങ്കിൽ സൃഷ്ടി കൈവരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരാകുന്ന അവസ്ഥ എന്നീ നിലക്കൊക്കെ ഉള്ള കാര്യങ്ങൾ, അവരുടെ മഷ്ഹദ് എന്തായിരിക്കും, അവരായിത്തീരുന്ന അല്ലെങ്കിൽ ആകുന്ന അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. ഫഅമ്മ മഷ്ഹദുൽ ഹയവാനിയ വഖളാഇ ശഹ്വ, ചില ആളുകൾ അവരുണ്ടാവുക പാപം ചെയ്യുന്ന അവസ്ഥയിൽ മൃഗതുല്യമായിട്ടുള്ള അവസ്ഥയിലായിരിക്കും. അവരുടെ ദേഹേച്ഛകൾ പൂർത്തീകരിക്കുക എന്നുള്ളിടത്ത് മൃഗതുല്യമായിട്ടുള്ള അവസ്ഥയായിരിക്കും അവരുണ്ടാവുക. ഫമഷ്ഹദുൽ ജുഹാൽ അല്ലദീന ലാ ഫർഖ ബൈനഹും വബൈന സായിരിൽ ഹയവാൻ, ഏതവസ്ഥ പോലെയാണ്? വിഡ്ഢികളായിട്ടുള്ള ആളുകളെ പോലെ. അവരും മറ്റുള്ള ജന്തുജീവജാലങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇല്ലാ ഫി ഇഅ്തിദാലിൽ ഖാമത്തി വനുത്ഖിൽ ലിസാൻ, നേരെ നിൽക്കുന്നു മനുഷ്യൻ, അവൻ നേരെ നിൽക്കുന്നു. മറ്റുള്ള മൃഗങ്ങൾ നാല് കാലിലോ അല്ലാതെ ഇഴഞ്ഞിട്ടോ ഒക്കെ ആകുമ്പോൾ നേരെ നിൽക്കുന്നു രണ്ട് കാലിൽ. വനുത്ഖിൽ ലിസാൻ, നാവ് കൊണ്ട് സംസാരിക്കുന്നു. സംസാരിക്കാനുള്ള ശേഷി മനുഷ്യനാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്. അപ്പോൾ അത് മാത്രമായിരിക്കും അവനും മറ്റുള്ള മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെ ജീവിക്കുന്ന ആളുകളുണ്ടാവും, വിഡ്ഢികൾ. ലൈസ ഹമ്മുഹും ഇല്ലാ മുജറദനൈലി ഷഹ്വ ബിഅയ്യി ത്വരീഖിൻ അഫ്ളത് ഇലൈഹ, അവൻ്റെ ചിന്ത എന്ന് പറഞ്ഞാൽ അവൻ്റെ ഇച്ഛ, അവൻ്റെ ഷഹ്വത്ത് എന്താണോ അത് എങ്ങനെയെങ്കിലുമൊക്കെ പൂർത്തിയാവുക, ആ ഷഹ്വത്ത് പൂർത്തിയാവുക, അത് നേടുക. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വിശക്കുന്നുണ്ട്, എന്തും കഴിക്കാം, ഏതും കഴിക്കാം, അവനെ വിശപ്പ് മാറിയാൽ മതി. അല്ലെങ്കിൽ ദാഹിക്കുന്നുണ്ട്, അങ്ങനെ മതി. അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള സ്ത്രീ പുരുഷ ബന്ധങ്ങൾ അങ്ങനെയുള്ളതാണെങ്കിൽ അതിൽ എന്താണെങ്കിലും വേണ്ടില്ല, ആ ഷഹ്വത്ത് പൂർത്തിയാൽ മതി, എങ്ങനെ ആയാലും വേണ്ടില്ല, അങ്ങനെ ചിന്തിക്കുന്ന അങ്ങനെയുള്ള ആളുകളുണ്ടാകും. അവൻ്റെ ലക്ഷ്യം ഷഹ്വത്ത് പൂർത്തിയാവുക എന്നുള്ളത് മാത്രമാവും. ഫഹാഉലാഇ നുഫൂസുഹും നുഫൂസുൻ ഹയവാനിയ, അവരുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ മൃഗതുല്യമായിട്ടുള്ള മനസ്സാണ്, മൃഗീയ മനസ്സാണ് അവർക്കുള്ളത്. ലം തതറഖ അൻഹാ ഇല്ലാ ദറജത്തിൽ ഇൻസാനിയ, മനുഷ്യൻ്റെ അവസ്ഥയിലേക്ക് അവർ ഉയർന്നിട്ടില്ല. അഥവാ ഒരു നഫ്സ് അല്ലെങ്കിൽ ഓരോ ആളുകളും മൂന്ന് അവസ്ഥയിലായിത്തീരുന്നതാണ്. ഒന്ന്, മനുഷ്യൻ്റെ അതേ അവസ്ഥയിലുണ്ടാവുക, മനുഷ്യൻ്റെ അതേ അവസ്ഥയിൽ ഒരവസ്ഥയിലുണ്ടാവുക. നമ്മൾ കഴിഞ്ഞ ദിവസത്തിലൊക്കെ പറഞ്ഞ പോലെ ധാർമ്മികമായ മൂല്യങ്ങളെയെങ്കിലും പരിഗണിക്കുന്ന സലീമായ കൽബുണ്ടാകുന്ന ഒരാൾ. മറ്റൊന്ന് ഈ പറഞ്ഞ മൃഗതുല്യമായത്, അവനവൻ്റെ ഷഹ്വത്തുകൾ പൂർത്തിയാക്കുക എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, എങ്ങനെ എന്ത് ഒന്നും ഉണ്ടാവില്ല, അങ്ങനെയുള്ള അവസ്ഥ. മറ്റൊന്ന് ഏറ്റവും ഉയർന്നത് മലക്കുകളുടെ ദർജയിലെത്തുന്ന അവസ്ഥ, അഥവാ പൂർണ്ണമായും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങൾ മാത്രം. മലക്കുകളെങ്ങനെ? അള്ളാഹു യഫ്അലൂന മാ യുഅ്മറൂൻ, കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്ന ആളുകൾ, ആ അവസ്ഥയിലേക്ക് എത്തുന്ന അവസ്ഥ. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഈ മൂന്നവസ്ഥയിലുണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ ആളുകൾ ഷഹ്വത്ത് എങ്ങനെയും പൂർത്തീകരിച്ചാൽ മതി എന്ന് മാത്രം ചിന്തിക്കുന്ന ആളുകൾ മൃഗതുല്യമായ അവസ്ഥയിലായിരിക്കും, മനുഷ്യൻ്റെ അവസ്ഥയിലേ എത്തിയിട്ടുണ്ടാവില്ല. ഫദ്ലൻ അൻ ദറജത്തിൽ മലായിക, എന്നിട്ടല്ലേ മലക്കുകളുടെ അവസ്ഥ. മലക്കുകളുടെ അവസ്ഥ എന്തായാലും ഇല്ല, മനുഷ്യൻ്റെ അവസ്ഥയിൽ തന്നെ അവർ എത്തിയിട്ടുണ്ടാവില്ല. ഫഹാഉലായി ഹാലുഹും അഖസ്സു മിൻ അൻ തുദ്കർ
പരാമർശിക്കപ്പെടാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വൃത്തികെട്ട മ്ലേച്ഛമായിട്ടുള്ള മലീമസമായിട്ടുള്ള അവസ്ഥയാണ് അവരുടെ. വഹും ഫി അഹ്വാലിഹിം മുതഫാവിതൂന ബിഹസബി തഫാവുത്തിൽ ഹയവാനാത്ത് അല്ലതി ഹും അലാ അഖ്ലാഖിഹാ വതുബാഇഹാ. ഈ കൂട്ടരുണ്ടല്ലോ, ഈ പറഞ്ഞ ആളുകൾ, അവർ പരസ്പരം തന്നെ വ്യത്യാസമാണ്. അതായത് മൃഗതുല്യമായ മനസ്സുള്ള ആളുകൾ തന്നെ വ്യത്യസ്തരായിരിക്കും. ഏതുപോലെ മൃഗങ്ങൾ വ്യത്യസ്തരാകുന്ന പോലെ പലതരത്തിലുള്ള മൃഗങ്ങളുണ്ട്, അവരുടെ ശൈലികളും രീതികളൊക്കെ വ്യത്യസ്തമാണ്. അതുപോലെ ഈ ആളുകളും വ്യത്യാസമുണ്ടാകും. അവരുടെ സ്വഭാവത്തിൻ്റെയും പ്രകൃതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഓരോ മൃഗങ്ങളോട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒപ്പം ചേർത്തി പറയാവുന്ന അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. ഫമിൻഹും, എന്നിട്ട് ചില മൃഗങ്ങളോട് സാമ്യത തോന്നുന്ന പറയാണ്. ഫമിൻഹും മന്നഫ്സുഹു കൽബിയ, അതിൽ ചില ആളുകളുണ്ടാവും നായയോട് താരതമ്യം ചെയ്യാവുന്ന തുല്യത തോന്നുന്ന മനസ്സുള്ള ആളുകൾ. ലൗസ്വാദ ഫജീഫത്തൻ തുഷ്ബിഉ അൽഫ കൽബിൻ, അവർക്ക് കിട്ടുകയാണ്, ഒരു ശവം കിട്ടുകയാണ്. ആ ശവം 1000 നായ്ക്കൾക്ക് വയറ് നിറക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മതിയാകുന്ന ഒരു ശവമാണ് അവർക്ക് കിട്ടുന്നതെങ്കിൽ, ഒരുവന് കിട്ടുന്നതെങ്കിൽ ലവഖ അലൈഹ വഹമാഹ മിൻ ശാഇരിൽ കിലാബ്, അവനത് ആർത്തിയോട് കൂടി അതെടുത്ത്, അതായത് ഏറ്റവും മോശപ്പെട്ട ഏറ്റവും മ്ലേച്ഛമായിട്ടുള്ള ഒരു ശവത്തിനെ കിട്ടിയാൽ പോലും അത് എത്ര തോനെ ഉണ്ടെങ്കിലും അത് എടുത്തു വെച്ച് ഇനിയും ചീഞ്ഞളിഞ്ഞാലും അതെനിക്ക് തന്നെ വേണം, അത് എനിക്ക് കിട്ടണം എന്ന നിലക്ക് എടുത്തു വെക്കുന്ന നായ്ക്കളെ പോലെ ആളുകളുണ്ടാവും. വഹമ്മുഹു ശിബഉ ബത്നിഹി മിൻ അയ്യി തുആമിൻ ഇത്തഫഖ, അവൻ്റെ ചിന്ത എന്ന് പറഞ്ഞാൽ അവന് പറ്റുന്ന അല്ലെങ്കിൽ അവന് കിട്ടുന്ന എന്ത് ഭക്ഷണമാണെങ്കിലും അവന് വയറ് അറിഞ്ഞാൽ മതി, വയറിങ്ങനെ നിറച്ചാൽ മതി, എന്ത് വേണമെന്നൊന്നുമില്ല, എന്ത് കിട്ടിയാലും അവന് മതിയാവും. അഥവാ ഇതൊന്നുകൂടിയും റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ മനുഷ്യർ ഹലാലോ ഹറാമോ ഒന്നും നോക്കാതെ ഇതെനിക്ക് പറ്റിയതാണോ, അത് വേറെ ആളുടെ ഹക്കാണോ, കട്ടെടുത്താണോ, പിടിച്ചു പറിച്ചതാണോ, അത് വ്യഭിചാരമാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ളതാണോ, അതോ വിവാഹമാണോ, ഒന്നും പരിശോധിക്കാതെ അവൻ്റെ എന്തായാലും വേണ്ടില്ല, അവൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കുക, അവൻ്റെ ശവത്ത് പൂർത്തീകരിക്കുക, ഇത് മാത്രമായിരിക്കും അവൻ്റെ ഉദ്ദേശം. മിൻ അയ്യി തുആമിൻ ഇത്തഫഖ് മീതത്തിൻ ഔ ദക്കിയിൻ, അവന് കിട്ടുന്ന ഭക്ഷണം അത് ശവാണെങ്കിലും വേണ്ടില്ല, ഇനി നേരാവണ്ണം അറുത്ത് കിട്ടിയതാണെങ്കിലും വേണ്ടില്ല, ഖബീസിൻ ഔ ത്വയ്യിബിൻ, ഏറ്റവും വൃത്തികെട്ട മോശമായിട്ടുള്ള ഒന്നാണെങ്കിലും വേണ്ടില്ല, വിശിഷ്ടമായതാണെങ്കിലും വേണ്ടില്ല, വലാ യസ്തഹി മിൻ ഖബീഹ്, മ്ലേച്ഛമായതാണ് എന്നൊന്നും അവന് ഒന്നിനും ലജ്ജയില്ല, അവനെന്തും തിന്നും. അങ്ങനെയുള്ള നായ്ക്കളുടെ സ്വഭാവമുള്ള ആളുകളുണ്ടാവും. ഇൻ തഹ്മിൽ അലൈഹി അൽഹസ് ഔ തത്റുഖു അൽഹസ്, ആ നായനെ നീ നിൻ്റെ ഒപ്പം എടുത്തുകൊണ്ട് വന്നാലോ നാവ് ഇങ്ങനെ നീട്ടിയിരിക്കും, അതിനെ ആട്ടി ഓടിച്ചാലോ നാവ് നീട്ടിയിരിക്കും. അതിന് പ്രത്യേകിച്ച് ഒരു ഇറാദത്ത് ഇതൊന്നുമില്ലാതെ എന്തായാലും വേണ്ടില്ല, ഞാൻ അങ്ങനെ തന്നെ നടക്കുന്ന ആളുകളുണ്ടാകും. വമിൻഹും, അതിൽ വേറെ ചില ആളുകളുണ്ടാകും. മന്നഫ്സുഹു ഹിമാരിയ, അവരുടെ മനസ്സ് കഴുതയെ പോലെയുള്ളതായിരിക്കും, കഴുതയോട് സാമ്യതപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള മനസ്സുള്ള ആളുകൾ. ലം തുഖ്ലഖ് ഇല്ലൽ കദ്ദി വൽ അലഫ്, ആ കഴുത സൃഷ്ടിക്കപ്പെട്ട തന്നെ ഇൽക്കദ്, കഷ്ടപ്പെട്ട് പണിയെടുക്കാനും വല്ല അലഫ്, ഇങ്ങനെ തീറ്റിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ കഴുതയുടെ പ്രത്യേകത പറഞ്ഞാൽ അതിന് എത്ര ഭക്ഷണം കൊടുത്തോ അത്ര പണിയെടുക്കും, അതിന് എത്ര ആരോഗ്യമുണ്ടോ അത്ര പണിയെടുക്കും. അതൊന്നും പ്രത്യേകിച്ച് വേറെ വികാരമോ ഇതൊന്നും ഉണ്ടാവില്ല. തിന്നാ പണിയെടുക്കുക ഇത് മാത്രം. അങ്ങനെയുള്ള ചില ആളുകളുണ്ടാവും. കുല്ലമാ സീദ ഫി അലഫിഹി സീദ ഫി കദ്ദിഹി, അതിന് തീറ്റ കുറച്ച് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പണിയെടുക്കലും കുറച്ച് കൂടും. അബ്കമുൽ ഹയവാനി വഖല്ലഹു ബസീറത്തൻ, ഏറ്റവും മൂകയായിട്ടുള്ള പ്രത്യേകിച്ച് ഉൾക്കാഴ്ചയില്ലാത്ത, പ്രത്യേകിച്ചൊന്നും വികാരമോ ഒന്നുമില്ലാത്ത, പ്രത്യേകിച്ച് ചിന്തയൊന്നുമില്ലാതെ ഇങ്ങനെ ഒരു നിലക്ക് പണിയെടുത്ത് ഇങ്ങനെ ജീവിക്കുന്ന പോലത്തെ. വലിഹാദ مثل الله عز وجل به من حمله كتابه فلم يحمله معرفة ولا فقها ولا عملا. അതുകൊണ്ടാണ് അല്ലാഹു തആല കിതാബിനെ ഇറക്കി കൊടുത്ത് അത് സ്വീകരിക്കാത്ത, അത് മനസ്സിലാക്കാത്ത, അത് പ്രാവർത്തികമാക്കാത്ത ജൂതന്മാരെ സൂറത്തു ജുമുഅയിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല താരതമ്യം ചെയ്തത് കഴുതയെ പോലെയാണ്, വേദം ചുമക്കുന്ന കഴുതയെ പോലെ പറഞ്ഞത്. അവർക്ക് അതിലെന്തുള്ളതൊന്നും അറിയില്ല, അവരത് ഏറ്റാനാണ് ഏൽപ്പിച്ച്, ആ കഴുത അത് ഏറ്റി അടക്കും. അതുപോലെ അതിന് എന്താ കിട്ടേണ്ടതൊന്നും ഉണ്ടാവില്ല, അത് കൈ പിടിച്ച് ഇറക്കുന്ന ആളെപ്പോലെ ചില ആളുകൾ പാപം ചെയ്യുമ്പോൾ ആ കഴുതയുടെ കോലത്തിലുള്ള ആൾക്കാരുണ്ടാവും. വമസ്സല ബിൽ കൽബി ആലിമ സൂഇ അല്ലദീ ആതാഹു അല്ലാഹു ആയാതിഹി,
അള്ളാഹു തആല കൽബിനോട് ഉപമിച്ചത് കമസലഹു കമസലിൽ കൽബ് എന്ന് സൂറത്തുൽ അറാഫിലെ 170 മറ്റു ആയത്തുകളിൽ പരാമർശിച്ച ആള്. അധികം മുഫസ്സിരീങ്ങളും പറഞ്ഞു അത് ബനു ഇസ്രായേലുകളിൽ ഉണ്ടായിരുന്ന ബൽആം ഇബ്നു ബഊറ എന്നു പേരുള്ള ഒരു ആലിമായിരുന്നു. ബനു ഇസ്രായേൽ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് അന്ന് ഖുദ്സിൽ ഫലസ്തീൻ ഭാഗത്ത് മൂസാ നബി അലൈഹി ഇസ്ലാം അങ്ങോട്ട് വരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആലിമായിരുന്നു. വലിയായിരുന്നു, വലായത്തുള്ള ആളായിരുന്നു. അള്ളാഹുവിൻ്റെ പ്രത്യേക നാമങ്ങളൊക്കെ അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള ആളായിരുന്നു. അങ്ങനെ അള്ളാഹു നന്നായിട്ട് അറിയുന്ന ആളാണ്, അള്ളാഹുവിൻ്റെ വലായത്ത് ലഭിച്ച ആളാണ്. പക്ഷെ ആളുകൾ ഈ വ്യക്തിയോട് പറഞ്ഞു മൂസാ നബി അലൈഹി സ്വലാമും കൂട്ടരും വരുന്നുണ്ട്, അതുകൊണ്ട് അവരിവിടെ പ്രവേശിക്കാതിരിക്കുക, അവർക്കെതിരെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അള്ളാഹിൻ്റെ നബീനോടെതിരെ എനിക്കിങ്ങനെ പ്രാർത്ഥിക്കാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. പിന്നെ അവർ ഒരുപാട് പണവും സമ്പത്തും ദുനിയവിയായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചപ്പോൾ അത് നൽകിയപ്പോൾ അതിനോടുള്ള ഇഷ്ടം കാരണത്താൽ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയും ആ പ്രാർത്ഥനയിൽ നാവ് തെറ്റി സ്വന്തത്തിനെതിരെ പ്രാർത്ഥിക്കുകയും അവസാനം ഏറ്റവും നശിച്ച അവസ്ഥയിൽ ഹിദായത്ത് നിന്ന് തന്നെ, വലായത്ത് നിന്ന് മാത്രമല്ല ഹിദായത്ത് നിന്ന് തന്നെ പുറത്തായിക്കൊണ്ട് പോയ ഒരാളുടെ സംഭവം അള്ളാഹു തആല വത്ലു അലൈഹിം എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കാൻ പറയുന്നുണ്ട്. ആ വ്യക്തിയെ പറ്റി പറഞ്ഞതിന് ശേഷം, അഥവാ ദുനിയാവിൻ്റെ പിന്നാലെ ഈ കഴുത എന്ന് പറഞ്ഞ ഇവിടെ എന്താ ഒന്നും സ്വീകരിക്കാനോ ഒരു ഇതും ഉണ്ടാവില്ല, നായ എന്ന് പറഞ്ഞാൽ കിട്ടിയതിൻ്റെ പിന്നാലൊക്കെ പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ പോയതിനെ കമസലിൽ കൽബ് എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്, നായയെ പോലെയാണ് അവൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആലിമുസു അതിന് നായയോടാണ് അള്ളാഹു താരതമ്യം ചെയ്തത്. അങ്ങനെയുള്ള ആളെ ഫൻസലഖ മിൻഹ അവൻ ആ ദീനിൽ നിന്ന് ഊരിച്ചാടി. ഇൻസലഖ എന്നുള്ള പദം പൊതുവെ ഉപയോഗിക്കാറുള്ളത് പാമ്പ് അതിൻ്റെ തോലൊക്കെ ഊരിയിട്ട് പുറത്തു വരുന്നതിനാണ്, അഥവാ ഒരിക്കലും തിരിച്ചു കയറാൻ പറ്റാത്ത രീതിയിൽ പുറത്തിറങ്ങുന്നതിനാണ് ഇൻസലഖ എന്നുള്ള പദം ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ദീനിൽ നിന്ന് അങ്ങനെ അവൻ പുറത്തു ചാടി. വാഖലദ ഇലൽ അർളി വത്തബഅ ഹവാ അവൻ അവൻ്റെ ഇച്ഛയെ പിൻപറ്റി ഭൂമിയിലേക്ക് തന്നെ, ഭൂമി നിലനിൽക്കുന്നതാണ്, ഭൂമിയിലെ വസ്തുക്കൾ മതി എന്ന നിലക്ക് ദുനിയാവിലേക്ക് മടങ്ങിയതുകൊണ്ട് അവനെ നായയോടാണ് ഉപമിച്ചത്. അപ്പോൾ കഴുത എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ചിന്തയോ ഒരു വികാരമോ ഒന്നും ഉണ്ടാവില്ല, അവന് തിന്നാൻ കൊടുത്താൽ അത് പണിയെടുക്കും, അങ്ങനത്തെ അവസ്ഥ. നായ എന്ന് പറഞ്ഞാൽ കിട്ടുക എന്താ വെച്ചാലും അത് വാരി വലിച്ച് അതിൻ്റെ പിന്നാലെ പോകുന്ന അവസ്ഥ. അപ്പോൾ അങ്ങനെയൊക്കെ ആളുകൾ പാപം ചെയ്യുന്ന ഘട്ടത്തിൽ ഉണ്ടാവാറുണ്ട്. വമിൻഹും അതിൽ ചില ആളുകളുണ്ടാകും മനഫ്സുഹു സബുഇയ്യത്തുൻ ഗളബിയ്യത്തുൻ ചില ആളുകൾ സബുഇ എന്ന് പറഞ്ഞാൽ അതിന് പിന്നെ അതായത് ആക്രമിച്ച് തിന്നുന്ന വേട്ടയാടുന്ന ഈ ചെന്നായ പോലെയൊക്കെയുള്ള ജീവികൾ ഉണ്ടാവുമല്ലോ, മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ട് ഭയങ്കര അക്രമാസക്തമായിട്ടുള്ള അതിന് മലയാളത്തിൽ എന്തോ പദം പറയും, മൃഗങ്ങൾ, വന്യജീവികൾ എന്ന നിലക്കൊക്കെ പറയും. അപ്പോൾ ആ നിലക്ക് അങ്ങനെയുള്ള മൃഗങ്ങൾ, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന മാനസികാവസ്ഥയുള്ള മൃഗങ്ങൾ. ഹംഹുൽ ഉദ്വാനു അലന്നാസി അവരുടെ ചിന്ത എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകളെ ഉപദ്രവിക്കുക, ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുക. വഖഹ്റുഹും ബിമാ വസലത് ഇലൈഹി ഖുദ്റതുഹു അവർക്ക് എത്രയാണോ കഴിവുള്ളത് അതിൻ്റെ മേലെ പിന്നെ അത്രത്തോളം അവർ മറ്റുള്ളവരുടെ മേലെ ആധിപത്യം തെളിയിക്കാനും അവരെ കീഴ്പ്പെടുത്താനും ഉപദ്രവിക്കാനൊക്കെ നോക്കും. അതായത് മറ്റുള്ളവൻ്റെ കട്ടെടുക്കലല്ല, പിടിച്ചുപറി ഭീഷണിപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ ഉപദ്രവിച്ച് പിന്നെ അങ്ങനെ മറ്റുള്ളവരെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഉപദ്രവിക്കുക. അങ്ങനെയുള്ള ഉണ്ടാകുന്ന ആ വന്യമൃഗങ്ങളുടെ സ്വഭാവം പോലെ ഉണ്ടാകുന്ന ആളുകളുണ്ടാവും. പാപങ്ങളുടെ ഇനങ്ങളിൽ ഓരോ മൃഗത്തിനോടാണ് മനുഷ്യൻ താരതമ്യം ഉണ്ടാവുക എന്ന് പറയാം. ത്വബീഅത്തുഹു തതഖാള ദാലിക തഖാളി ത്വബീഅത്തി സബ്ഇ ലിമാ യസ്തുറു മിൻഹു ഒരു വന്യമൃഗത്തിൻ്റെ പ്രകൃതം എങ്ങനെയാണോ അതേപോലെ തന്നെ ഈ ആളുകളുടെ പ്രകൃതവും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. എന്താണോ അങ്ങനെ എന്തെങ്കിലും ആക്രമിക്കാനും മറ്റുള്ളവരെ ഉപദ്രവിക്കാനൊക്കെ ഉള്ള അവസ്ഥയിൽ. വമിൻഹും പാപം ചെയ്യുമ്പോൾ മൃഗങ്ങളുടെ സ്വഭാവം കാണിക്കുന്ന ആളുകളിൽ വേറെ ചില മൃഗങ്ങളെ ഉണ്ടാകുന്നത് പറയാണ്. മനഫ്സുഹു ഫരിയ എലീനെ പോലെ എലിയുടെ സ്വഭാവം ഉണ്ടാകുന്ന ആളുകൾ. എലീനെ പറ്റിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ തന്നെ പറഞ്ഞത് ഫുസൈഖ് എന്നാണ്, ചെറിയ തെമ്മാടി എന്നാണ്. അത് കാക്കയെ പറ്റിയിട്ടും പറഞ്ഞിട്ടുണ്ട്, കാക്കയും അതുപോലെയുള്ള പക്ഷികളിൽ. ഈ എലി കാക്ക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമായിരിക്കും. ചിലപ്പോൾ അതിനൊരു ഉപകാരമില്ലാത്ത സാധനം അല്ലെങ്കിൽ കുറച്ച് മാന്തിയിട്ടിട്ട് പല്ലിയും പറഞ്ഞിട്ടുണ്ട്. ഫുസൈഖിൻ്റെ കൂട്ടത്തിൽ ചില ജീവികളെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇത് പിന്നെ ഈ എലി ആ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അഞ്ചെണ്ണത്തിനേറ്റേ പറഞ്ഞിട്ടുണ്ട് ഫുസൈഖ് എന്ന് പറഞ്ഞിട്ട്. അതിൽ ഈ ഒരാവശ്യമില്ലാതെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കി വെക്കും. അത് ചില അസറുകളിൽ സൽഫുകളിൽ അതിൽ പറഞ്ഞ് കാണാം, ഈ എലിയൊക്കെ ഭാര്യയും ഭർത്താവിനെയും തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഭാര്യ വിരിപ്പ് വിരിച്ചിട്ട് കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ചപ്പുചവറ് കൊണ്ടുപോയിടുക. കാക്ക അതുപോലെയൊക്കെ ചെയ്യുന്നു, അവരെ മേലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കോട്ടെ. അതുപോലെ തന്നെ കാക്ക കാഷ്ടിക്കുന്ന സമയത്ത് ഏതെങ്കിലും ആളുകളുടെ മേത്ത് നോക്കിയിട്ട് പോയിട്ട് കാഷ്ടിക്കുന്ന രീതിയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ചില ഇതുള്ള ആളുകളാണ്, ഈ ജീവികളാണ് ഈ പറഞ്ഞത്.
അപ്പോൾ ഫാസിഖുൻ ബിത്തബ്ഇഹി, എലി എന്ന് പറഞ്ഞാൽ ഫാസിഖാണ്, അവൻ്റെ പ്രകൃതിയാ ഫാസിഖാണ്, എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാക്കുക, കുഴപ്പമുണ്ടാക്കുക, ആ നിലക്കുള്ള ആളുകളാണ്. മുഫ്സിദുൻ ലിമാ ജാവറഹു, അതിൻ്റെ ചുറ്റുമുള്ളതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഫസാദ് ഉണ്ടാക്കണം, അതിനെന്തെങ്കിലുമൊക്കെ അതിനുപകാരം വേണമെന്നൊന്നുമില്ല, പക്ഷെ എന്തെങ്കിലും ഒരു ഫസാദ് ഉണ്ടായിക്കൊണ്ടേയിരിക്കണം, അങ്ങനെയുള്ള ആളുകളുണ്ടാവും. തസ്ബീഹുഹു ബിലിസാനിൽ ഹാൽ, അതിൻ്റെ അവസ്ഥയെ പറയണമെങ്കിൽ അതിനെ വെച്ചുകൊണ്ട് തസ്ബീഹ് നടത്തുകയാണെങ്കിൽ സുബ്ഹാന മൻ ഖലഖഹു ലിൽ ഫസാദ് എന്ന് അള്ളാഹനെ പറയേണ്ടി വരും. ഫസാദിന് വേണ്ടി അതിനെ സൃഷ്ടിച്ച അള്ളാഹുവിന് തസ്ബീഹ് എന്ന് പറയേണ്ടി വരും. അതായത് അത്രയും ഫസാദാണ് ഉണ്ടാക്കാന്ന് അറിയിക്കാനാണ് ആ ഭാഷാപ്രയോഗം അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അത്രയും ഫസാദ് ഉണ്ടാക്കുന്ന ആളുകൾ, ചില ആളുകൾ ഉണ്ടാവും, എലീനെ പോലെ സ്വഭാവമുള്ള ആളുകൾ. മിൻഹും, അതുപോലെ തന്നെ മനുഷ്യരിൽ ചില ആളുകൾ മൃഗങ്ങളോട് പാപങ്ങളുടെ വിഷയത്തിൽ താരതമ്യം ചെയ്താലുണ്ടാകും. മന്നഫ്സുഹു അലാ നുഫൂസി സവാത്തി സുമൂമി വൽ ഹമാത്ത്, വിഷം അഥവാ പ്രകൃതിയ അവരുടെ ഉള്ളിൽ തന്നെ കൂട്ടും വിഷം ഉണ്ടാവും. ആ വിഷമേറ്റി നടക്കുന്ന പോലത്തെ മൃഗങ്ങളെ പോലെ താരതമ്യം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ചില മൃഗങ്ങൾ, പാമ്പ്, തേള്, അങ്ങനെയുള്ള മൃഗങ്ങൾക്ക് എന്താ വിഷം, അത് ഓൾറെഡി അതിൻ്റെ അകത്ത് വിഷം ഉണ്ടാവും. അതുപോലുള്ള ചില ആളുകളുണ്ടാകും. കൽഹയ്യത്തി വൽ അഖ്റബി വഗൈരിഹിമ, പാമ്പ്, തേള്, അതുപോലെയുള്ള വിഷമുള്ള ജീവികളെ പോലെ. അങ്ങനെയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ കണ്ണീർ കൊണ്ടൊക്കെ ഉപദ്രവം ഉണ്ടാക്കുന്ന ആളുകൾ. അഥവാ ചില ആളുകൾ, ഈ കണ്ണീർ എന്ന് പറഞ്ഞാൽ എന്താ, ചില ആളുകൾക്ക് പ്രകൃതി ഉണ്ടാകുന്നൊരു കാര്യമായിരിക്കും. സ്വാലിഹായ ആളുകൾ എന്താ ചെയ്യേണ്ടത്, തൻ്റെ സഹോദരനിൽ അവൻ അത്ഭുതം കൂടുന്നത് കണ്ടു കഴിഞ്ഞാൽ ബാറക്കല്ലാഹു ഫീക്ക്, അല്ലെങ്കിൽ അല്ലാഹുമ്മ ബാരിക്, മാഷാ അല്ലാഹ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് വേണ്ടത്. എന്നാൽ അതൊന്നും ഇല്ലാതെ കണ്ണീർ അവൻ ബാധിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ നടക്കുന്ന ചില ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ഇനമുള്ള ആളുകളാണ് വിഷം ഉള്ളിലുള്ള ആളുകൾ പറഞ്ഞത്. ഫയുദ്ഖിലു റജുല അൽ ഖബ്റ വൽ ജമൽ അൽ ഖിദ്റ, ഇങ്ങനെയുള്ള ആളുകൾ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനെ ഖബറിലേക്ക് പ്രവേശിപ്പിക്കുന്ന അത്ര വിഷമുണ്ടാവും. വൽജമൽ അൽ ഖിദ്റ, ഒട്ടകത്തിനെ പാത്രത്തിലേക്ക് ആക്കുന്ന അവസ്ഥയുണ്ടാവും. അതായത് മനുഷ്യനെ ഈ കണ്ണേറ് കൊണ്ട് അങ്ങനെ ബാധിപ്പിച്ച് ചിലപ്പോൾ മരിച്ചു പോകുന്ന അവസ്ഥയിൽ വരെ ഉണ്ടാകുന്ന അവസ്ഥയിൽ അത്രയും വിഷം വരെ ഉള്ളിൽ കണ്ണേറ് കൊണ്ട് ഉണ്ടാകും. വൽജമൽ അൽ ഖിദ്റ, ഒരു ഭാഷാ പ്രയോഗം ഉപയോഗിച്ചായിരുന്നു. ഒട്ടകത്തിനെ പാത്രത്തിലാക്കുന്ന പറഞ്ഞാൽ ഒട്ടകത്തിന് വല്ല അസുഖം ബാധിച്ച് അതിനറുത്ത് വേവിച്ച് കഴിക്കുന്ന അവസ്ഥയ്ക്ക് വരെ ഇവർ കണ്ണേറ് കൊണ്ട് ബാധിക്കുന്ന അവസ്ഥയിലുള്ള ആളുകൾ ഉണ്ടാകും. അമീനന്നാസ്, ഇനി ജനങ്ങളിൽ വേറെ ചില ആളുകൾ ഖിൻസീരിൻ, പന്നിയുടെ പ്രകൃതമുള്ള ആളുകൾ ഉണ്ടാകും. പന്നിയുടെ പ്രകൃതമുള്ള ആളുകൾ യമുറു ബിത്വയ്യിബാതി ഫലാ യൽവി അലൈഹ, നല്ല വിശിഷ്ടമായിട്ടുള്ള നല്ല വസ്തുക്കൾ അതിൻ്റെ അടുത്ത് കൂടെ അവർ പോയി കഴിഞ്ഞാലും അതിലേക്ക് അവർ തിരിഞ്ഞു നോക്കുപോലുമില്ല. അതിലേക്ക് അവർ നല്ല വിശിഷ്ടമായിട്ടുള്ള വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ആവശ്യക്കാരാവുന്നില്ല. ഫൈദാ ഖാമൽ ഇൻസാനു അൻ റജീഇഹി ഖമ്മഹു, ഇനി മനുഷ്യനെങ്ങാനും കാഷ്ടിച്ചിട്ട് എഴുന്നേറ്റാൽ, അതോ മനുഷ്യൻ്റെ കാഷ്ടമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ പോയി ചാടി വീഴുകയും ചെയ്യും. അഥവാ അങ്ങനത്തെ ജീവിയാണ് ആര്, പന്നി എന്നുള്ളത്. മനുഷ്യൻ്റെ ഈ കാഷ്ടമൊക്കെ ഭക്ഷിക്കുന്ന അങ്ങനത്തെ ജീവിയാണ്. അപ്പോൾ അതിനോട് താല്പര്യം കാണിക്കും, വിശിഷ്ടമായ കാര്യങ്ങൾ തിരിഞ്ഞു നോക്കൂല. വഹാകദ കസീറു മിനന്നാസ്, അങ്ങനെ കുറേ ആളുകളുണ്ടാകും. യസ്മഉ മിൻക വയറാ മിനൽ മഹാസിൻ അദ്ആഫിൽ മസാവി, ഇപ്പോൾ നിന്നിൽ നിന്ന് അല്ലെങ്കിൽ നിന്നെക്കുറിച്ചോ അല്ലെങ്കിൽ നീ പറയുന്നതിൽ നിന്നോ ഒരുപാട് മോശപ്പെട്ട കാര്യങ്ങൾ, തെറ്റിനേക്കാളും അബദ്ധത്തെക്കാളും കുറേ നന്മയുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിന്നെക്കുറിച്ച് കുറേ നല്ല കാര്യങ്ങൾ അറിയുന്നുണ്ടാകും, അല്ലെങ്കിൽ നീ പറയുന്നതിൽ നിന്ന് കുറേ നല്ല കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഫലാ യതഹഫ്ഫളുഹാ വലാ യൻഖുലുഹാ വലാ തുനാസിബുഹു, അത് അവന് മനസ്സിലാക്കാനോ പഠിക്കാനോ അത് വേറൊരാളെടുത്ത് ഉദ്ധരിച്ചു കൊടുക്കാനോ അതുപോലെ തന്നെ അവന് പറ്റിയതൊന്നും ആവില്ല. ഫഇദാ റഅ സഖ്തതൻ ഔ കലിമതൻ ഔറാ വജദ ബുഗിയതഹു, എന്തെങ്കിലും ഒരു അബദ്ധം നിൻ്റെ നിന്ന് വന്നു കഴിഞ്ഞാൽ, നിന്നെപ്പറ്റി എന്തെങ്കിലും ഒരു കുറവ് കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഒരു വാക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് കിട്ടേണ്ടത് കിട്ടി എന്നുള്ള അവസ്ഥ ഉണ്ടാവും. മമാ യുനാസിബു, അതാണ് അവന് ആവശ്യം ഉണ്ടാവുക. ഫജഅലഹ ഫാക്കിഹതഹു വനുഖ്ലഹു, അത് അവൻ്റെ വിഭവമായിട്ട് അവൻ മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുന്ന കാര്യമായിട്ട് എടുക്കും. അതായത് വേറെ ആൾക്കാരുടെ കുറവുകളും കുറ്റമൊക്കെ പറഞ്ഞു നടക്കുന്ന, നല്ല കാര്യമൊന്നും അവർക്ക് വേണ്ടിയല്ല, നല്ല കാര്യം പറയാനതൊന്നും ഉണ്ടാവില്ല, കുറ്റവും കുറവും പറഞ്ഞു നടക്കുന്ന, അല്ലെങ്കിൽ ഈ ഗീബത്ത് നമീമത്ത് അങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്ന പന്നിയെ പോലെ മ്ലേച്ഛമായത് മാത്രം നോക്കി നടക്കുന്ന ആളുകൾ ആ കൂട്ടറിലുണ്ടാകും. വമിൻഹും, അതുവിലുണ്ടാകും മൻഹു അലാ തബീഅത്തി താവൂസ്, മയിലിനെ പോലെയുള്ള ചില ആളുകളുണ്ടാവും. മയിലിനെ പോലെയുള്ള ആളുകൾ ലൈസ ലഹു ഇല്ല തതവ്വുസ് വ തസയ്യുൻ ബിർരീശി, അതിനെ മയിൽ എന്ന് പറഞ്ഞാൽ എന്താ, ആകെ എന്താ പറയുക, എതളോ ആ പീലി കൊണ്ടുള്ള ആ ഭംഗി, ആ അലങ്കാരം അല്ലാതെ വേറെ ബൈനെ കൊണ്ട് വേറെ ഗുണമൊന്നുമില്ല, അതുകൊണ്ട് വേറെ നേട്ടം അതൊന്നുമില്ല.
വമാ വറാ ദാലിക ഷൈഉൻ, അല്ലാതെ വേറെ ഗുണം ഉണ്ടാവില്ല. അതായത് പുറത്തൊക്കെ നല്ല ഭംഗിയിൽ നല്ല ഇതിൽ നടക്കുന്ന ഒരാളായിരിക്കും, വേറെ ഉപദ്രവവും ഗുണമൊന്നും ഇല്ലാത്ത അങ്ങനെ നടക്കുന്ന കുറച്ച് ആളുകളുണ്ടാവും. വമിൻഹും മൻ ഹുവ അലാ തബീഅത്തിൽ ജമൽ, മനുഷ്യരിൽ ഒട്ടകത്തിനെ പോലെ ഉണ്ടാകുന്ന ആളുകളുണ്ടാവും, ഒട്ടകത്തിനെ പോലെ ഉണ്ടാകുന്ന ആളുകളുണ്ടാവും. അഹ്ഖദുൽ ഹയവാൻ വഗ്ലദുഹു കബിദൻ, ഏറ്റവും പകയുള്ള മൃഗവും അതുപോലെ തന്നെ ഏറ്റവും കടുത്ത കരളുമുള്ള ജീവിയാണ് ഈ ഒട്ടകം എന്ന് പറഞ്ഞാൽ. ഭയങ്കര മറ്റൊന്നിനോട് ഭയങ്കരമായിട്ട് പരുപരുത്ത സ്വഭാവമുള്ള ആളാണ്, ഭയങ്കര കടുപ്പുള്ള പരുത്ത സ്വഭാവമുള്ള ജീവിയാണ് ഒട്ടകം എന്നുള്ളത്. അതുപോലെ തന്നെ കബിദ് ഏറ്റവും കരൾ ഏറ്റവും കടുത്തത്. അതിന് ശരിക്കും മറ്റുള്ള മൃഗങ്ങളെക്കാൾ കരൾ കടുത്താണോ അറിയില്ല. ഇവിടെ ഉദ്ദേശിക്കുന്ന ആശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരൾ ലോലമാവുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ പൊതുവെ ഉദ്ദേശം? ഭയങ്കര അനുകമ്പുള്ള കൃപയുള്ള ആളെന്നാണ്. പക്ഷെ അങ്ങനെയല്ല, ഭയങ്കര കടുത്ത പ്രകൃതമുള്ള ജീവിയാണ് ഒട്ടകം. അതുപോലെയുള്ള ആളുകൾ ഉണ്ടാവും. അതിന് ഹദീസിൽ മറ്റൊരു കണ്ട് ആടിനെ മേയ്ക്കുന്ന ആളുകൾക്ക് ക്ഷമയും അതുപോലെ തന്നെ നല്ല സ്വഭാവങ്ങളും ശാന്തതയൊക്കെ ഉണ്ടാവും. ഒട്ടകത്തിനെ മേയ്ക്കുന്ന ആളുകൾക്ക് വളരെ പരുത്ത സ്വഭാവം കടുത്ത ഇതൊക്കെ ഉണ്ടാവുക എന്നുള്ളത്. കാരണം ആ മൃഗങ്ങളുമായി സഹവസിക്കുന്നതുകൊണ്ട്. ആ മൃഗങ്ങൾ അങ്ങനെയാണ്. വഹ്മദു തബാഇൽ ഹയവാനാത് തബാഇഉൽ ഖൈൽ, മൃഗങ്ങളിൽ ഏറ്റവും പ്രശംസ അർഹിക്കുന്ന അല്ലെങ്കിൽ പ്രശംസിക്കപ്പെടേണ്ട പ്രകൃതമുള്ള ജീവി എന്ന് പറഞ്ഞാൽ അത് കുതിരയുടെ പ്രകൃതമാണ്. അല്ലതി ഹിയ അഷ്റഫുൽ ഹയവാനാതി നുഫൂസൻ, ഒരു പ്രകൃതം കൊണ്ട് അല്ലെങ്കിൽ ആ രീതി കൊണ്ടൊക്കെ ഏറ്റവും അഷ്റഫായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ജീവി അത് കുതിരയാണ്. വക്രമുഹ തിബാഅൻ, അതിൻ്റെ പ്രകൃതം കൊണ്ടും ഏറ്റവും ആദരവുള്ള ഒരു ജീവിയാണ്. കദാലിക്കൽ ഗനം, അതുപോലെ തന്നെ ആടും. ഈ കുതിര എന്നുള്ള ജീവി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യജമാനനോട് അങ്ങേയറ്റം കൂറ് കാണിക്കുന്ന, ഏത് സമയത്തും യജമാനൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെടാൻ ഒരുങ്ങി നിൽക്കുന്ന, അതുപോലെ തന്നെ എല്ലാ നിലക്കും നല്ല സ്വഭാവം കാണിക്കുന്ന ഒരു ജീവിയാണ്. ഇപ്പോൾ അല്ലാഹു തആല ഖുർആനിൽ തന്നെ ആദിയാതി അത് തുടങ്ങുന്ന സൂറത്തിലൊക്കെ ആ കുതിരയുടെ ആ ഒരു പ്രത്യേകത എടുത്ത് പറയുന്നുണ്ട്. കാരണം യജമാനോട് അങ്ങേയറ്റം കൂറ് കാണിക്കുന്ന ഒരു ജീവിയാണ്. അതുപോലെ ആട് എന്നുള്ളത് അങ്ങേയറ്റം ക്ഷമയുള്ള, അല്ലെങ്കിൽ ക്ഷമയുള്ള അങ്ങേറ്റം ആ മൃദുലതയുള്ള ഏറ്റവും നല്ല ഒരു ഇണക്കമുള്ള ഒരു ജീവിയായിട്ട് പറയുന്നതാണ് ഗനം എന്നുള്ളത്. വൽ മഖ്സൂദു, എന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ മൃഗങ്ങളെപ്പോലെ ഈ പല മൃഗീയമായ മനസ്സിലുള്ള ആളുകളുണ്ടാവും. അത് പലതരത്തിലുണ്ടാവും. അതിൽ നല്ല മൃഗങ്ങളുടെ അവസ്ഥ തന്നെ നല്ല ഇതിലുണ്ടാകും. അതല്ലാതെ മോശപ്പെട്ട അവസ്ഥയിൽ ആ അവസ്ഥയിലൊക്കെ മനുഷ്യന്മാർ അതുപോലെ ഉണ്ടാകും. വൽ മഖ്സൂദു അന്ന അസ്ഹാബ ഹാദൽ മഷ്ഹദ്, ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ഈ ഒരു അവസ്ഥയിൽ എത്തുന്ന ആളുകളെല്ലാം ലൈസ ലഹും ഷുഹൂദുൻ സിവാ മൈലി നുഫൂസിഹിം വ ഷഹവാതിഹിം, അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവർ ഈ ഖളാഹു ഷഹ്വത്ത് പൂർത്തീകരിക്കുന്നതിൽ അവർക്ക് എന്താണോ ഷഹ്വത്ത് അത് പൂർത്തീകരിക്കുക എന്നുള്ളത് മാത്രമേ ആയിരിക്കും അവരുടെ ലക്ഷ്യം. ലാ യഅരിഫൂന മാ വറാഅ ദാലികൽ ബത്ത, അതിൻ്റെ പിന്നിലുള്ള മറ്റൊരു വികാരമോ മറ്റുള്ള ഒരു ചിന്തയോ ഒന്നും അവർക്കുണ്ടാവുകയില്ല. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ മഷ്ഹദ് എന്ന് പറഞ്ഞത്. പാപം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഷഹ്വത്തുകൾ പൂർത്തീകരിക്കുന്നിടത്ത് ആളുകൾ ഇങ്ങനെ വ്യത്യസ്ത തരത്തിലായിട്ടുണ്ടാകും. രണ്ടാമത് ഇബ്നുൽ ഖയ്യിം തുടർന്ന് പറയുന്നത് വമഷ്ഹദു ഹിക്മത്തില്ലാഹി ഫി തഖ്ദീരിഹി അലാ അബ്ദിഹി മാ യുബ്ഗിദുഹു സുബ്ഹാനഹു വയക്റഹുഹു. ഇവിടെ പറയുന്ന വിഷയം പറഞ്ഞല്ലോ, പാപം ചെയ്യുമ്പോൾ ഒരു മനുഷ്യന് ബോധ്യപ്പെടുന്ന ചില കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത് മൃഗീയമായ അവസ്ഥയിലുണ്ടാകുന്ന ആളുകളെ അതിനെ പറ്റി പറഞ്ഞു. രണ്ടാമത്തേത് ഒരു മനുഷ്യന് പാപം സംഭവിച്ചു കഴിഞ്ഞാൽ അവന് മനസ്സിലാക്കാൻ സാധിക്കുന്ന, അവന് സാക്ഷ്യം വഹിക്കാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് അല്ലാഹു തആല അള്ളാഹുവിന് വെറുപ്പും കോപവുമുള്ള കാര്യങ്ങൾ ഒരടിമയുടെ മേലെ ഖദറാക്കിയിട്ടുള്ളത് എന്ന് അവന് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ അതെന്താണ് എന്നുള്ള ഹിക്മത്ത് അവന് ബോധ്യപ്പെടും. അതായത് ഈ ലോകത്ത് സംഭവിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള ഏതൊരു കാര്യവും അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദറിൻ്റെ അകത്തുള്ളതാണ്, അള്ളാഹു തീരുമാനിക്കുന്നതാണ്. അപ്പോൾ എന്തിനാണ് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, അള്ളാഹുവിന് വെറുപ്പുണ്ടാകുന്ന കാര്യങ്ങൾ അല്ലാഹു തആല ഖദറാക്കുന്നത്? അതിന് പിന്നിലെ ഹിക്മത്ത് എന്താണ്? പാപം സംഭവിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാകുന്ന അവസ്ഥ ബസീറത്തുള്ള ഉൾക്കാഴ്ചയുള്ള ആളുകൾക്ക് സാധിക്കും. വയലൂമു വയുആഖിബു അലൈഹി, അത് ചെയ്യുന്നവനെ അള്ളാഹു ആക്ഷേപിക്കുന്നു, അള്ളാഹു ശിക്ഷിക്കുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും പിന്നെ എന്തിനാണതൊരു അടിമയുടെ മേലെ ഖദറാക്കുന്ന അവസ്ഥയിലുണ്ടാകുന്നത്? വഅന്നഹു ലൗ ശാഅ ലഅസമഹു മിൻഹു, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ആ പാപം അവൻ ചെയ്യാതെ അള്ളാഹുവിനെ സംരക്ഷിക്കാമായിരുന്നു. അതായത് ഒരടിമ ഒരു പാപം ചെയ്യുന്നുണ്ട്, അപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ആ പാപം അവന് സംഭവിക്കാതെ അള്ളാഹുവിനെ സംരക്ഷിക്കാമായിരുന്നു. വലഹാല ബൈനഹു വബൈനഹു
അവൻ്റെയും അവൻ്റെ ആ പാപത്തിൻ്റെയും ഇടയിൽ അള്ളാഹുവിന് മറയിടാമായിരുന്നു. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് അത് അവൻ്റെ മേലെ ഖദറാക്കി? അന്നഹു സുബ്ഹാനഹു ലാ യുഅസാ ഖസ്റൻ, അള്ളാഹു സുബ്ഹാനഹു തആല ആ അള്ളാഹുവിനോട് പാപം ചെയ്യപ്പെടുന്നില്ല നിർബന്ധിതമായിക്കൊണ്ട്. അഥവാ അള്ളാഹു നിർബന്ധിച്ച് ഒരാളെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച് അള്ളാഹുവിന് ധിക്കരിക്കപ്പെടുന്നില്ല, മനുഷ്യൻ ചെയ്യുന്നത് തന്നെയാണ്. വന്നഹു ലാ യകൂനു ഫിൽ ആലമി ശൈഉൻ ഇല്ലാ ബിമശിയതിഹി, എന്നാൽ അള്ളാഹു ഉദ്ദേശിക്കാതെ ഒന്നും നടക്കുന്നില്ല. അതായത് ഒരടിമ ചെയ്ത പാവം അള്ളാഹു അവനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ചെയ്യിച്ചതാന്ന് പറയാൻ പറ്റൂല, എന്നാൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുള്ളൂ. ഖദറിലുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണത്. അപ്പോൾ എന്തുകൊണ്ടാണ് അള്ളാഹു ഈ കാര്യങ്ങൾ അടിമയുടെ മേലെ ഖദറാക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പാപം സംഭവിച്ചു കഴിഞ്ഞാൽ, പാപം സംഭവിച്ച ഒരു വ്യക്തിക്ക് ഉൾക്കാഴ്ചയുണ്ട് എങ്കിലൊക്കെ അവന് സാധിക്കും. എന്നൊരു ആയത്ത് കൊടുക്കുന്നുണ്ട്, അലാ ലഹുൽ ഖൽഖു വൽ അംറു തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. സൂറത്തുൽ അറാഫിൽ 54-ാമത്തെ ആയത്ത്. അവൻ്റേതാണ് സൃഷ്ടിപ്പ്, അവൻ്റേതാണ് തീരുമാനാധികാരം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹപൂർണ്ണനായിരിക്കുന്നു. എന്നിട്ട് പറയാണ്, വഹാഉലാ യശ്ഹദൂന അന്നല്ലാഹ സുബ്ഹാനഹു ലം യഖ്ലുഖ് ശൈഅൻ അബസൻ വലാ സുദൻ. ഈ ആളുകൾ, അഥവാ ഇവിടെ പറയുന്ന മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നുകൂടി വ്യക്തമായി മനസ്സിലാക്കാൻ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി പണിയെടുക്കുന്ന, പരലോകത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന നിലക്ക് തന്നെ ജീവിക്കുന്ന ആളുകൾ, അവർ തന്നെ ചിലപ്പോഴൊക്കെ അവരിഷ്ടപ്പെടാതെ തന്നെ പാപങ്ങളിൽ പോയി വീഴും. അവരിഷ്ടപ്പെടുന്നുണ്ടാവില്ല പാപം ചെയ്യാൻ, അവർക്ക് മാനസികമായിട്ട് അതിൻ്റെ ലബ്ധത്തൊക്കെ ഉണ്ടാവും. പക്ഷെ അവർ തന്നെ ഞാൻ എന്തിനായി പാപം ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ അറിയാത്ത അവസ്ഥയിൽ അവരാ പാപം ചെയ്തു പോകും. അവർ ഇസ്തിഗ്ഫാർ നടത്തും, പക്ഷെ വീണ്ടും അതിൽ പെട്ടുപോകും. അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്താണ് അള്ളാഹു ഈ അടിമയുടെ മേലെ, അല്ലെങ്കിൽ ഒരു മുഅ്മിനായ അടിമയുടെ മേലെ എന്തിനാണ് ഈ പാപം വിധിച്ചിട്ടുള്ളത്? അതിൻ്റെ ആ സിറാണ് പറയുന്നത്, അതിൻ്റെ ഹിക്മത്താണ് പറയുന്നത്. വഹാഉലായി, ഈ കൂട്ടർ, യശ്ഹദൂന, അവർക്ക് ബോധ്യമാകും, അന്നല്ലാഹ സുബ്ഹാനഹു ലം യഖ്ലുഖ് ശൈഅൻ അബ്സൻ വലാ സുദൻ, അല്ലാഹു തആല ഒന്നിനെയും നിരർത്ഥകമായി, ഒരു ഉദ്ദേശമില്ലാതെ, ഒരു ആവശ്യമില്ലാതെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടില്ല. വഅന്ന ലഹു അൽ ഹിക്മത്തൽ ബാലിഗത ഫീ കുല്ലി മാ ഖദ്ദറഹു വഖളാഹു മിൻ ഖൈരിൻ വശർരിൻ അല്ലാഹു വതഅത്തിൻ വമഅസിയ. അല്ലാഹു തആലയ്ക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഹിക്മത്തുണ്ട്. ഏതൊരു കാര്യം അള്ളാഹു അത് നിർണ്ണയിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുന്നെങ്കിൽ അത് ഖൈറാവട്ടെ ഷർറാവട്ടെ, അള്ളാഹുവിനെ അനുസരിക്കാനാവട്ടെ ധിക്കരിക്കാനാവട്ടെ, അതിന് പിന്നെ അള്ളാഹുവിന് ഹിക്മത്തുണ്ട്. അതായത് ഒരാൾ അള്ളാഹുവിനെ അനുസരിക്കുന്നത് അള്ളാഹു അവൻ്റെ മേലെ ഖദറാക്കിയാലും, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന അവൻ്റെ മേലെ ഖദറാക്കിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ അള്ളാഹുവിൻ്റെ ഹിക്മത്തുണ്ട്. വയക്ഫി മിൻ ഹാദാ മിസാലുൻ വാഹിദ്, അതിനൊരൊറ്റ ഉദാഹരണം മതി. ആ കാര്യം മനസ്സിലാകാൻ ഒരൊറ്റ ഉദാഹരണം മതി എന്ന് പറഞ്ഞിട്ട് പറയാണ്, വഹുവ അന്ന ലൗലാ അൽ മഅസിയതു മിൻ അബിൽ ബഷർ ബിഅക്ലിഹി മിനശ് ഷജറ. ഈ അബുൽ ബഷർ എന്ന് പറഞ്ഞാൽ ആരാണ്? ആദം നബി അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാം എങ്ങാനും ആ തെറ്റ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ, ആദം നബി അലൈഹിസ്സലാം സംഭവിച്ച പാപം, സ്വർഗത്തിൽ വിരോധിച്ച ആ വൃക്ഷത്തിൽ നിന്നുള്ള പഴം കഴിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, ലമാ തറത്തബ അലാ ദാലിക മാ തറത്തബ മിൻ വുജൂദി ഹാദിഹിൽ മഹ്ബൂബാത്തിൽ ഇളാം ലിറബ്ബി തആല. ആ കാര്യം അവിടെ നടന്നിട്ടില്ല എങ്കിൽ, ആദം നബി അലൈഹി സ്വലാമിൻ്റെ മേലെ അത് അള്ളാഹു വിധിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, ഈ ഭൂമിയിൽ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ള, ഒരുക്കിയിട്ടുള്ള, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മഹത്തായിട്ടുള്ള പല കാര്യങ്ങളും അത് ആകുമായിരുന്നില്ല. അല്ലെങ്കിൽ അതൊരു ഓർഡറിലാക്കാൻ പറ്റില്ല. ഈ ഭൂമിയിൽ സംഭവിക്കുന്ന അള്ളാഹുവിന് ഇഷ്ടമുള്ള മഹത്തായ പല കാര്യങ്ങളുണ്ട്, അതിനെയൊന്നും അതിൻ്റെ ആ തർത്തീവിലാക്കാൻ പറ്റുമായിരുന്നില്ല. ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ മേലെ അള്ളാഹു തആല തെറ്റ് വിധിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ. എന്നിട്ട് പറയാൻ എന്താ കാര്യങ്ങൾ? മിനിം തിഹാനി ഖൽഖിഹി വ തക്ലീഫിഹിം, സൃഷ്ടികളെ പരീക്ഷിക്കുക, അവർക്ക് ഇന്നാലിന്ന കാര്യങ്ങൾ ചെയ്യണം, അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കണം, വിരോധനങ്ങൾ ഒഴിവാക്കണം എന്നുള്ളത്. അള്ളാഹുവിൻ്റെ ആ കൽപ്പന നടപ്പിലാവുക അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. അത് ഈ ഭൂമിയിൽ നടപ്പിലാകണമെങ്കിൽ ആദം നബി അലൈഹി സ്വലാം സ്വർഗത്തിൽ നിന്ന് പുറത്തു വരണം. ആദം നബി അലൈഹി സ്വലാം സ്വർഗത്തിൽ തന്നെയാണ് പിന്നെ ജീവിക്കുന്നത് എങ്കിൽ, ആ താമസിക്കുന്നത് എങ്കിൽ, അവിടെ ഈ തക്ലീഫിൻ്റെ ആവശ്യമുണ്ടോ? ഇന്നത് ചെയ്ത അള്ളാഹിനെ അനുസരിച്ച് ജീവിച്ചവന് ഇന്നത്, അല്ലെങ്കിൽ ദിക്കിൽ ജീവിച്ച ഇങ്ങനെ, അത് ആവശ്യമില്ല. അവിടെ പരീക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ ഭൂമിയാണ് ദാറുൽ ഇംതിഹാൻ, അങ്ങോട്ട് പറഞ്ഞേക്കാൻ ആ സംഭവം വിധിച്ചു. വൈ റുസാലി റുസുലിഹി, റസൂലുകളെ അയക്കുക എന്നുള്ളത് അള്ളാഹു തആലയ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അത് സംഭവിക്കണമെങ്കിൽ ഇവിടെ ഭൂമിയിൽ എത്തണമായിരുന്നു. വ ഇൻസാലി കുതുബിഹി, കിതാബുകൾ ഇറക്കണമെങ്കിൽ. വ ഇദ്ഹാരി ആയാതിഹി വ അജായിബിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ ആളുകൾക്ക് മുമ്പിൽ പ്രകടിപ്പിച്ച് കാണിപ്പിക്കണമെങ്കിൽ. വ തൻവീഇഹ വ തസ്രീഫിഹ, അത് വ്യത്യസ്ത ഇനങ്ങളായിക്കൊണ്ട് വ്യത്യസ്ത രീതിയിലായി കാണിക്കാൻ. വ ഇക്റാമി ഔലിയാഇഹി, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ
ഔലിയാക്കളെ അള്ളാഹു തആലയെ മുമ്പിൽ സ്വന്തം ഇഷ്ടത്തെക്കാളും താല്പര്യത്തിനേക്കാളും എല്ലാം അള്ളാഹുവിൻ്റെ ഇഷ്ടവും തൃപ്തിയും അള്ളാഹുവിനും സ്ഥാനം തെളിയിച്ചു കൊടുക്കുന്ന അള്ളാഹുവിൻ്റെ വലിയകൾക്ക് പ്രത്യേകമായ ആദരവ് നൽകാൻ വഇഹാനത്തി അഅദാഇഹി അള്ളാഹുവിൻ്റെ ശത്രുക്കളെ അള്ളാഹു പറഞ്ഞത് കേൾക്കാത്ത ധിക്കരിച്ച് വയ്ക്കുന്ന ആളുകളെ നിന്ദ്യരാക്കാൻ വളുഹൂരി അദ്ലിഹി വഫദ്ലിഹി അള്ളാഹുവിൻ്റെ നീതിയും അള്ളാഹുവിൻ്റെ ഔദാര്യവും പ്രകടമാക്കാൻ വഇസ്സതിഹി വഇൻതിഖാമിഹി അള്ളാഹുവിൻ്റെ പ്രതാപവും ശക്തിയും ശിക്ഷയും കാണിച്ചു കൊടുക്കാൻ വഅഫുഹി വമഗ്ഫിറതിഹി അള്ളാഹുവിൻ്റെ വിട്ടുവീഴ്ചയും അള്ളാഹുവിൻ്റെ പാപം പൊറുക്കലും വസഫ്ഹി വഹിൽമിഹി അള്ളാഹുവിൻ്റെ ഔദാനതയും അതുപോലെ തന്നെ വിട്ടുവീഴ്ചയും പാപങ്ങൾക്ക് ഒഴിവ് കൊടുക്കുന്നതൊക്കെ വളുഹൂരി മൻ യഅ്ബുദുഹു വയുഹിബ്ബുഹു വയഖൂമു ബിമറാദിഹി ബൈന അഅദാഇഹി ഫിദാരിൽ ഇബ്തിലാഇ വൽ ഇംതിഹാൻ പരീക്ഷണത്തിൻ്റെ ഭവനമായ ഈ ഭൂമിയിൽ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ആളുകളിൽ നിന്ന് വേറിട്ട് അള്ളാഹുവിൻ്റെ തൃപ്തി നേടുന്ന അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിനെ ആരാധിക്കുന്ന ആളുകളെ വേർതിരിച്ച് കാണിച്ചു കൊടുക്കാൻ ഇങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഈ കാര്യങ്ങളൊക്കെ അവിടെ നടക്കണമെങ്കിൽ എന്തുണ്ടാവണമായിരുന്നു? ആദം നബി അലൈഹി സ്വലാം ഭൂമിയിലെത്തണമായിരുന്നു. അതിനെന്തെങ്കിലും കാരണമാണായിരുന്നു. അതാണ് ആ പാപം. ഇവിടെ പറഞ്ഞതിൻ്റെ ആശയം ഉൾക്കാഴ്ചയുള്ളവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. അതായത് ഒരു പാപം സംഭവിക്കുമ്പോൾ അതിനപ്പുറത്ത് നമ്മളിൽ തന്നെ അല്ലാഹു തആല ഒരു പാപം വിധിക്കുമ്പോൾ അതിനപ്പുറത്ത് ഒരുപാട് ഖൈറുകൾ അതുകൊണ്ട് അല്ലാഹു തആല ഉദ്ദേശിച്ചിട്ടുണ്ടാകും. അത് ആ അടിമ തൗബ ചെയ്ത് മടങ്ങുന്നതിൻ്റെയും അത് തൗബ നസൂഹ ആകുന്നതിൻ്റെ ഭാഗമായിട്ട് അള്ളാഹു അവൻ്റെ ജീവിതത്തിൽ തന്നെ നിശ്ചയിക്കുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷെ അത് നടപ്പിലാവണമെങ്കിൽ ഇവൻ്റെ ഈ പാപം സംഭവിച്ചേ പറ്റുള്ളൂ. ഇവൻ ഈ പാപം സംഭവിക്കാതെ ആ ഖൈറുകൾ അവിടെ ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകും. ഈ വിഷയം ഇതിന് മുമ്പ് കുറച്ചുകൂടി വിശാലമായിട്ട് ഇതിൻ്റെ മൻസിലത്ത് തൗബയുടെ തന്നെ ആരംഭത്തിൽ വിശാലമായി ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു മസ്അല. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് തന്നെ അദ്ദേഹത്തിൻ്റെ കിതാബ് മിഫ്താഹു ദാരി സആദ എന്നുള്ള കിതാബിൻ്റെ 1ാമത്തെ വോള്യത്തിൽ വലിയൊരു ചർച്ച ഉണ്ട്. എന്തിനാണ് മനുഷ്യനെ അള്ളാഹു തആല ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ ഒരു പാരഗ്രാഫല്ല, ഇത് മദാരിജ് സാലിക്കിനും ഇത് സുദീർഘമായിട്ടുണ്ട്. ഒരു ബഹ്സ് ആയിക്കൊണ്ട് ഇതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ സ്വർഗത്തിലേക്ക് എത്തുന്ന ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളും സ്വർഗത്തിൻ്റെ അവസ്ഥയും പറഞ്ഞിട്ട് അപ്പോൾ അത് വളരെ നല്ലൊരു ചർച്ചയാണ്. അത് വായിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് വ്യക്തിപരമായി തോന്നിയൊരു കാര്യം ആ ചർച്ചകളൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ സ്വർഗത്തിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു തആല ഭൂമിയിൽ ഉദ്ദേശിക്കുന്നുണ്ട് അല്ലേ എന്നുള്ള കാര്യം ചിന്ത വരെ വരുന്ന അത്രയും മനോഹരമായിട്ട് ആ ചർച്ച കൊണ്ടുവരുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട് മിഫ്താഹു ദാരി സആദയിൽ അള്ളാഹുവിന് ഇവിടെ ശുഹദാക്കളെ വേണം, സിദ്ദീഖീങ്ങളെ കണ്ടെത്തണം. ആരാണ് മറ്റെന്തിനേക്കാളും അള്ളാഹുവിന് പ്രാധാന്യം കൊടുക്കുന്നവരെന്ന് കണ്ടെത്തണം. ഇതൊക്കെ ഇവിടെ നടക്കുള്ളൂ. സ്വർഗത്തിൽ പറ്റുമോ? ഇല്ല. അതായത് ഇവിടെ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ 2 കാര്യങ്ങൾ, ഒന്ന് അള്ളാഹുവിൻ്റെ തൃപ്തി നേടുന്ന കാര്യം, ഒന്ന് അവനിഷ്ടമുള്ള കാര്യം. അപ്പോൾ അവനിഷ്ടമുള്ള കാര്യം ഇപ്പം കിട്ടുന്ന കാര്യമാണ്. അള്ളാഹുവിൻ്റെ തൃപ്തി തെളിയിച്ചു കൊടുക്കുക എന്നുള്ള അതിൻ്റെ റിസൾട്ട് പരലോകത്ത് കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ ആ പരലോകത്ത് അള്ളാഹുവിൻ്റെ മേലുള്ള ഇഷ്ടം കൊണ്ടും അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള പ്രതീക്ഷ കൊണ്ടും അവൻ്റെ ഈ ഇഷ്ടം വേണ്ടാന്ന് വെക്കുക, ത്യാഗം സഹിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ അള്ളാഹുവിന് ഇവിടെ നോക്കിക്കാണണം. അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം അത്. അള്ളാഹുവിന് മറ്റെന്തിനേക്കാളും ഈസാറ് കൊടുക്കുക എന്നുള്ളത്, പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അത്രയും അതുപോലെയുള്ള കാര്യങ്ങൾ ഈ ഭൂമിയിലേ നടക്കുകയുള്ളൂ, ഇതുപോലെയുള്ള മഹത്തരമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ആദം നബി അലൈഹി സ്വലാമിന് പാപം സംഭവിച്ചത്. ഇവിടെ ഇതൊരു മിസാലായിട്ടാണ് പറഞ്ഞത്. മിൻഹാദ മിസാലുൻ വാഹിദുൻ, ഈ ഒരൊറ്റ ഉദാഹരണം മതി ഈ പറഞ്ഞ ഒരു അടിമയുടെ മേലെ പാപം വിധിക്കുന്നതിൻ്റെ എന്നുള്ള പറഞ്ഞത്. അതായത് പല ഖൈറുകളും അതിൻ്റെ പിന്നിൽ അള്ളാഹു ഉദ്ദേശിച്ചേക്കാം. ഞാൻ മുമ്പേ ഈ ദർസിൽ പറയാറുണ്ട്, ഇത് കേൾക്കുമ്പോൾ അപ്പോൾ കുറേ പാപം ചെയ്യാം എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഖൽബിനെ പരിശോധിക്കുക. അത് നിഫാഖിൻ്റെ അടയാളമാണ്. ഇവിടെ പറയുന്നത് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന, അതിനു വേണ്ടി പണിയെടുക്കുന്ന, പരിശ്രമിക്കുന്ന ഒരാളിൽ എന്തുകൊണ്ട് പാപം സംഭവിക്കുന്നു എന്നുള്ളതിനെ പറ്റിയാണ്. 3ാമത്തെ ഒരു മഷ്ഹദു തൗഹീദ്. തൗഹീദിൻ്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടാൻ ഒരാളിൽ പാപം സംഭവിക്കുന്ന സമയത്ത് അവൻ ഉൾക്കാഴ്ചയോടുകൂടി തൗബ ചെയ്ത് മടങ്ങുമ്പോൾ, നമ്മൾ മൻസിലത്ത് തൗബയാണ് പറയുന്നത്, തൗബ ചെയ്ത് മടങ്ങുമ്പോഴാണ് ഇതൊക്കെ മനസ്സിലാവുക. തൗബ ചെയ്യാതെ പാപത്തിൽ മുഴുകിക്കഴിഞ്ഞതൊന്നും മനസ്സിലാകാൻ പോകുന്നില്ല. ഒരാൾ തൗബ ചെയ്ത് തൗബത്തുൻ നസൂഹ ആയിക്കൊണ്ട് മടങ്ങി വരുമ്പോൾ അവന് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ്. തൗഹീദിൻ്റെ ആ യാഥാർത്ഥ്യം മനസ്സിലാവും. വഹുവ അൻ യശ്ഹദ ഇൻഫിറാദ് റബ്ബി തആല ബിൽ ഖൽഖി വൽ ഹുക്ം. അതിലവന് മനസ്സിലാകാൻ സാധിക്കും സൃഷ്ടിപ്പിലും
അതുപോലെ തന്നെ വിധി കൽപ്പിക്കുന്നതിലും അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്ത് അവന് ബോധ്യപ്പെടും. വന്നഹു മാ ശാഅ കാന വമാ ലം യശഅ ലം യകുൻ, അതായത് അള്ളാഹു ഉദ്ദേശിക്കുന്നത് സംഭവിക്കുന്നു, അള്ളാഹു ഉദ്ദേശിക്കാത്തത് സംഭവിക്കുകയുമില്ല. വന്നഹു ലാ തതഹറക ദർറത്തുൻ ഇല്ലാ ബിഇദ്നിഹി, ഒരു അണുമണി, അത്രയും നിസ്സാരമായിട്ടുള്ള ഒരു അത്രയും ചെറിയ ഒരു കടുകുമണിയോളം വരുന്ന ഒരു സാധനം, അത് ചലിക്കുന്നില്ല, അതിനൊരു നീക്കം വരുന്നില്ല അള്ളാഹു തആല അനുവാദമില്ലാതെ, അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ. വന്നൽ ഖൽഖ മഖ്ഹൂറൂന തഹ്ത ഖബ്ളതിഹി, അടിമകളെല്ലാം അള്ളാഹുവിൻ്റെ പിടിക്ക് താഴെ ആയിക്കൊണ്ട് അള്ളാഹുവിൻ്റെ അധികാരത്തിൽ അള്ളാഹു സർവാധിപനായിട്ട് നിൽക്കുന്നവർ അതിന് താഴെയാണുള്ളത്. വന്നഹു മാ മിൻ ഖൽബിൻ ഇല്ലാ വഹുവ ബൈന അസാബിഇഹി, അള്ളാഹുവിൻ്റെ വിരലുകൾക്കിടയിലല്ലാതെ ഒരാളുടെയും ഖൽബില്ല. ഇൻഷാ അൻ യുഖീമഹു അഖാമഹ്, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു തആല ഖൽബ് നേരെ ചൊവ്വെ അള്ളാഹു തആല അവൻ്റെ പാതയിൽ നിലനിർത്തും. വ ഇൻഷാ അൻ യുസീഖഹു അസാഖഹ്, അള്ളാഹു തെറ്റിക്കാൻ ഉദ്ദേശിച്ചാൽ തെറ്റിക്കും ചെയ്യും. അതാണ് നേരാവണ്ണം നല്ല രീതിയിൽ അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരാളായിരിക്കും. അവനാ തെറ്റിൽ വീണത് അള്ളാഹു അവനെ കൈവിട്ടിട്ടുണ്ടാവും, അള്ളാഹു അവനെ തെറ്റിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ പാവത്തിൽ സംഭവിച്ചിട്ടുണ്ടാവും. ഇത് തൗബ ചെയ്ത് മടങ്ങുമ്പോൾ ഈ ഉൾക്കാഴ്ച അവനുണ്ടാവും. ഫൽ ഖുലൂബു ബിയദിഹി, ഖൽബുകൾ അള്ളാഹുവിൻ്റെ കയ്യിലാണ്. വഹുവ മുഖല്ലിബുഹ വ മുസർരിഫുഹ കൈഫ ശാഅ വ കൈഫ അറാദ, അവനാണ് അതിനെ മാറ്റിമറിക്കുന്നത്, അവനാണ് അതിനെ എന്ത് മാറ്റവും വരുത്തുന്നത് അള്ളാഹു ഉദ്ദേശിക്കുന്നത് പോലെ അവൻ്റെ മശീയത്തിൻ്റെയും ഇറാദത്തിൻ്റെയും ഉദ്ദേശത്തിൻ്റെയും കീഴിലായിക്കൊണ്ട് അവനതിനെ മാറ്റുന്നതാണ്. ഈ ഒരു യാഥാർത്ഥ്യം പാപത്തിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങി വരുമ്പോൾ യഥാർത്ഥ തൗബയാണ് എങ്കിൽ അവന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയും ധാരാളം കാര്യങ്ങൾ അവന് ബോധ്യപ്പെടുന്ന, മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ ഇതിൽ എണ്ണി പറയുന്നുണ്ട്. ധാരാളം മശ്ഹദുകൾ ചർച്ച ചെയ്യുന്നുണ്ട്, 10ഓളം മശ്ഹദുകൾ വരുന്നുണ്ട്. അങ്ങനെ ഈ മൻസിലത്ത് തൗബ ഇത് പരാമർശിച്ചിട്ടാണ് അവസാനിപ്പിക്കുന്നത്. നമ്മൾ ആലോചിക്കുക, ഇത് വളരെയധികം നമ്മുടെ ജീവിതത്തിൽ ബന്ധിപ്പിക്കാൻ പറ്റുന്ന ഈ കാര്യങ്ങളാണ്. അടുത്ത ഭാഗം കുറച്ച് വിശദീകരിക്കേണ്ടതാണ്, ഇപ്പോൾ തുടങ്ങിയ ഒരുപാട് സമയമെടുക്കും, അടുത്ത ദർസിലെടുക്കാം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.